മക്കളെ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം എന്തൊക്കെയാണ് പഠിച്ചത്? അതെ, അലിഫ് പഠിച്ചു, ഹംസയെ പഠിച്ചു, അലിഫിന് മുകളിൽ ഫതഹ കൊടുക്കുമ്പോൾ ആ എന്നാണ്, ഹംസിന് മുകളിൽ ഫതഹ കൊടുക്കുമ്പോൾ ആ എന്നാണ്. അലിഫും അതിൻ്റെ മുകളിൽ ഹംസ, അതിനു മുകളിൽ ഫതഹ കൊടുത്താൽ ആ എന്നാണ് വായിക്കേണ്ടത്. നാം പഠിച്ചു അല്ലേ? ഇനി മക്കള് നല്ല അലിഫ് കൊടുത്തു, ശ്രദ്ധിക്കൂ. അലിഫ് കൊടുത്തു, ഇതിനു മുകളിൽ ഇതിന് പറയുന്ന പേരാണ് വമ്മ. വമ്മ വമ്മ വമ്മ് എന്നൊക്കെ പറയാറുണ്ട്. അലിഫിന് മുകളിൽ വമ്മ, നമ്മൾ എന്താ പറയേണ്ടത്? ഉ. അലിഫിനു മുകളിൽ വമ്മ, നമ്മൾ പറയും ഉ. അലിഫിനു മുകളിൽ വമ്മ, നമ്മൾ പറയും ഉ. ഹംസിനു മുകളിൽ വമ്മ, നമ്മൾ പറയും ഉ. ഹംസിനു മുകളിൽ വമ്മ, നമ്മൾ പറയും ഉ. അലിഫ് കൊടുത്തു, ഹംസ കൊടുത്തു, വമ്മ കൊടുത്തു, ഉ ഉ ഉ ഉ ഉ ഉ. വമ്മ പറഞ്ഞപ്പോൾ ഉസ്താദിന്റെ ചുണ്ട് ശ്രദ്ധിച്ച. ആ എന്ന് പറയുമ്പോൾ ചുണ്ട് കൂർക്കാൻ പാടില്ല. എന്നാൽ ഉ എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദിന്റെ ചുണ്ട് കൂർക്കും അല്ലേ? എല്ലാ അക്ഷരങ്ങൾക്കും വമ്മ കൊടുക്കുമ്പോഴും എന്ത് ചെയ്യണം? ചുണ്ട് കൂർക്കണം. അപ്പോൾ മക്കൾ ഊ ശ്രദ്ധിച്ച. ഹംസിന് മുകളിൽ വമ്മ കൊടുത്താൽ ഊ എന്ന് വായിക്കും. അലിഫിന് മുകളിൽ വമ്മ കൊടുത്താൽ ഊ എന്ന് വായിക്കും. അലിഫും ഹംസയും വമ്മയും എല്ലാം ഒരുമിച്ച് കൊടുത്താൽ ഊ എന്ന് തന്നെ വായിക്കും. ഇതിൻ്റെ എല്ലാം ഉച്ചാരണം ഒരേ രൂപത്തിലാണ്. ഇങ്ങനെയൊക്കെ പുസ്തകങ്ങളിൽ വരാം. അങ്ങനെ വരുമ്പോൾ നാം മനസ്സിലാക്കണം, ഇതെല്ലാം ഒന്നാണ്. ഇതിൻ്റെ ഉച്ചാരണമെല്ലാം ഒരേ രൂപത്തിലാണ്, മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ എവിടെയാണ് മാറ്റങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് വരും ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ്.